നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കാണിച്ചു കൂട്ടിയതൊന്നും മലയാളിക്ക് മറക്കാനേ കഴിയില്ല. ഒരു ബെഡ് ലഭിക്കാതെ, ICU സൗകര്യം ലഭിക്കാതെ, ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാതെ പോലും മലയാളി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുള്ളപ്പോഴാണ് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനത്തെ, പൊതുജനത്തിനു വേണ്ടി ഉണ്ടാക്കിയ സൗകര്യങ്ങളെ ഈ രീതിയിൽ കേരളത്തിൻ്റെ ഒരു മന്ത്രി തന്നെ ദുരുപയോഗം ചെയ്തത്. ഇന്ന് 4 മണിക്ക് ICUയിൽ നിന്ന് നേരിട്ട് ഡിസ്ചാർജായി പോകുന്ന കേരളത്തിലെ ഒരു വകുപ്പ് മന്ത്രിയെയാണ് കേരളം കണ്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനൊരു സാഹചര്യം? എങ്ങനെയാണ് ഉണ്ടാകുക? കേരളത്തിൽ ICU അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയായാലും ICU സൗകര്യത്തിൽ നിന്ന് നേരിട്ട് ഒരു പേഷ്യൻറ്റിന് ഡിസ്ചാർജായി പോകാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാകാൻ പറ്റും എന്ന് തോന്നുന്നതേയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊരു അഭിനയമാണ് എന്ന് മനസ്സിലാക്കാൻ മറ്റ് തെളിവുകളൊന്നും വേണ്ട. കഴിഞ്ഞ നവംബർ 1 നെഞ്ചുവേദനയുമായി എത്തിയ പന്മന സ്വദേശി വേണു ഹൃദയാഘാതം സ്ഥിരീകരിച്ചതിന് ശേഷം പോലും ആൻജിയോപ്ലാസ്റ്റിയോ മറ്റനുബന്ധ ചികിത്സകളോ ലഭിക്കാതെ വേണു മരണപ്പെടുകയായിരുന്നു. മരണത്തിന് മുന്നേ തന്നെ വേണു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇവർ തന്നെ കൊല്ലും, ചികിത്സ തരാതെ ഇവർ തന്നെ കൊല്ലും എന്ന്. തൻ്റെ കാലിന് ചികിത്സയുമായി എത്തി ഒരു ബെഡ് പോലും ലഭിക്കാതെ തറയിൽ കിടക്കേണ്ടി വന്നതിന് ശേഷം അവസാനം അണുബാധയേറ്റ് തൻ്റെ കൃഷ്ണമണി പോലും നഷ്ടപ്പെട്ട തൃശ്ശൂർ സ്വദേശി സനൂപ് നമ്മുടെ മുന്നിലുണ്ട്. ഡോക്ടർ പ്രവീൺ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കുകയും 1500 രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്ത് ഒടുവിൽ സ്വന്തം കൃഷ്ണമണി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന കാര്യം പോലും അറിയിക്കാതെ ഒടുവിൽ മാത്രം കൃഷ്ണമണി നഷ്ടപ്പെട്ട അവസ്ഥ അറിഞ്ഞ ആ രോഗിയുടെ ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും? അല്ലെങ്കിൽ ആ രോഗിയുടെ രക്ഷകർത്താക്കളുടെ സ്ഥിതിവിശേഷം എന്തായിരിക്കും? ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് വയറ്റിൽ കത്രിക കുടുങ്ങി കിടക്കപ്പെട്ട, വർഷങ്ങളോളം അതും കൊണ്ട് ജീവിക്കേണ്ടി വന്ന, മരണയാതന അനുഭവിക്കുന്ന കേരളത്തിലെ രോഗികളുടെ മുഖത്ത് നോക്കി പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി താങ്കൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെയും? ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് ചികിത്സിക്കാനുള്ള സൗകര്യമില്ലാതെ, ബെഡുകളില്ലാതെ, ICU ലഭിക്കാതെ, അങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി തന്നെ സ്വന്തം നാടകം കളിക്കാൻ വേണ്ടി സ്വന്തം നിലയിൽ ICU സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നത്. എന്തിനായിരുന്നു? സ്വന്തം രാഷ്ട്രീയ നാടകത്തിനപ്പുറം എന്തായിരുന്നു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് സംഭവിച്ചത്? പ്രക്ഷോഭകരൊന്നും തന്നെ മന്ത്രിയുടെ അടുത്ത് പോലും പോയിട്ടുള്ളതായിട്ടുള്ള ഒരു രേഖയുമില്ല, ഒരു CCTV വിഷ്വൽസുമില്ല. എന്തിനായിരിക്കാം അതിരാവിലെ ICUയിൽ നിന്ന് എല്ലാവരുടെ കണ്ണുവെട്ടിച്ചും അവിടെ നിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മുങ്ങിയത്? ഇനി അതെങ്ങനെയാണ് തീവ്രപരിചരണ ഭാഗത്തിൽ നിന്ന് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അങ്ങനെ മുങ്ങാൻ സാധിക്കുക? ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം എന്ന് തന്നെയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി ദുരുപയോഗം ചെയ്തത് ICU ചികിത്സാ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ സമയത്തെയോ ഇന്ത്യൻ റെയിൽവേയുടെ സ്ട്രെച്ചർ സൗകര്യത്തെയോ ഒന്നുമല്ല. അതൊന്നും മാത്രമല്ല, കേരളത്തിലെ പൗരന്മാരുടെ സമയം, കേരളത്തിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അവർക്ക് വിനിയോഗിക്കേണ്ട ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് മേലെ കൂടിയാണ് ഇപ്പോൾ മന്ത്രി കത്തിവച്ചിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ, കേരളത്തിലെ പൊതുജനസമൂഹത്തെ ആകെ പറ്റിക്കുന്ന രീതിയിൽ വാർത്തകൾ പോലും പുറത്തുവിടപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ വിശ്വാസ്യത തകരുക, സ്റ്റേറ്റിൻ്റെ വിശ്വാസ്യത തകരുക എന്നതിന് തുല്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് കുറച്ചു പേർ ചേർന്ന് ഒരു കൊടി ഉയർത്തിയാൽ ഒരാൾക്ക് അപകടമുണ്ടാകുന്നത്? ഇനി ഇടതുപക്ഷം തന്നെ സൈബർ ഹാൻഡിലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, മന്ത്രിയുടെ അടുത്തു നിൽക്കുന്നത് പോലും ഗൺമാനാണ്. അതായത് കറുത്ത വസ്ത്രം ധരിച്ച ഗൺമാനോ അല്ലെങ്കിൽ മന്ത്രിയുടെ തന്നെ ജീവനക്കാർ തന്നെയാണ്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ മന്ത്രി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? പന്മന സ്വദേശി വേണുവോ സജീവോ ഒന്നും മാത്രമല്ല, എണ്ണമറ്റ എത്രയോ പേരാണ് ചികിത്സ ലഭിക്കാതെ ആശുപത്രികളിൽ നിന്ന് പോകേണ്ടി വരുന്നത്. അവർക്കൊക്കെ നേരെ കൊഞ്ഞനം കുത്തുന്നതിന്, കളിയാക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ് മന്ത്രിയുടെ ഈ ചെയ്തി എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.